നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുടിമുറിച്ച് പ്രതിഷേധിച്ച ആശാ വർക്കർമാരെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം നടത്തിയവർ പ്രതിഷേധിക്കേണ്ടത് ഡൽഹിയിലാണെന്നാണ് മന്ത്രി തന്റെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചത്. വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണമെന്നും മന്ത്രി പരിഹസിച്ചു. ആർജവമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. സുരേഷ് ഗോപി കുടയും റെയിൻകോട്ടും കൊടുത്താലൊന്നും ആശാ വർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും ആശമാർക്ക് തൊഴിലാളി പദവി നൽകാനുള്ള ആവശ്യത്തിൽ കേന്ദ്രത്തിന് മറുപടിയില്ലെന്നും ശിവൻകുട്ടി പരിഹസിച്ചു. ബിജെപിയുടെ പ്രാദേശിക പ്രതിനിധികൾ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആശ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതിനാൽ ഇൻസെന്റീവിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവും ഫണ്ട് നൽകുന്നു. 3000 രൂപയായി നിശ്ചയിച്ച ഫിക്സഡ് ഇൻസെന്റീവ് തുകയിൽ 1800 രൂപ കേന്ദ്രവും 1200 രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത്. കൂടാതെ കേരള സർക്കാർ 7000 രൂപയുടെ ഓണറേറിയം കൂടി നൽകുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമല്ലാതെ കേന്ദ്രം പങ്ക് നൽകുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സമരക്കാർ പറയുന്നില്ല എന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു. അതേസമയം സമരത്തിന്റെ 50ാം ദിവസമായി ഇന്ന് ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. സമര നേതാവ് മിനിയാണ് ആദ്യം മുടിമുറിച്ചത്. പത്മജ എന്ന ആശാ വർക്കർ തല മുണ്ടനം ചെയ്തുകൊണ്ടാണ് തന്റെ പ്രതിഷേധം അറിയിച്ചത്. എത്രത്തോളം മുടിമുറിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണെന്നും സമര നേതാക്കൾ വ്യക്തമാക്കി. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. മുടിമുറിക്കൽ സമരത്തോടെ ആഗോളതലത്തിൽ സമരത്തിന് പിന്തുണയേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആശമാരുടെ നിരാഹാര സമരം 12ാം ദിവസത്തിലേക്കും കടന്നു.